ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എജുപോഡ്. മൈസെൽഫ് അബ്ദുൽ ഷുക്കൂർവി. ഞാൻ നീറ്റ് 2021 720 701 സ്കോർ നേടിയിട്ട് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി MBBS എയിംസ് ഡൽഹിയിൽ 5th സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. കറൻ്റ്ലി ഞാൻ എജുപോർട്ടിൽ നീറ്റ് ബാച്ചിന് സൂപ്പർമാൻഡറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ്. പലരും ചോദിച്ചിരുന്നത് ക്രാഷ് കോഴ്സ് വേണം. അപ്പോൾ ഇനി ലാസ്റ്റ് വരാൻ പോണ ഒരു 1 മന്ത് ക്രാഷ് കോഴ്സ് അത് ശരിക്കും വർത്തിട്ടാണോ? ശരിക്കും ആ 1 മന്ത് ക്രാഷ് കോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടോ? അത് ആ 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റുമോ, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കാം, 1 മന്ത് മതിയോ? ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഈ 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താവും വെറുതെ ഫേക്ക് മോട്ടിവേഷൻ തരില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ലാസ്റ്റ് 1 മന്ത് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ കുറേ യൂട്യൂബേഴ്സ് 1 മന്തിൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ 20 മണിക്കൂർ ഇരുന്ന് 22 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ 1 മണിക്കൂർ ഉറങ്ങിക്കാണ്ട് അങ്ങനെ ഭയങ്കര ലാസ്റ്റ് ഒരു മന്തിൽ പഠിച്ചാൽ ഭയങ്കര ഫേക്ക് മോട്ടിവേഷൻ, അതേപോലത്തെ ഫേക്ക് മോട്ടിവേഷൻ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാണ് ഈ വീഡിയോയിൽ ഞാൻ തരില്ല. ഞാൻ ശരിക്കും എന്താ വെച്ചാൽ റിയൽ എക്സാമ്പിൾസ് 4 എക്സാമ്പിൾ. കാരണം ഞാൻ ക്രാഷ് കോഴ്സിന് പോയത് ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ക്രാഷ് കോഴ്സിന് പോയിരുന്ന ടൈമിൽ ഞാൻ 4 ടൈപ്പ് സ്റ്റുഡൻസിനെ കണ്ടിരുന്നു. ആ 4 ടൈപ്പ് സ്റ്റുഡൻസിനെ ഞാൻ ശരിക്കും റിയൽ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഞാൻ സാധാ യൂട്യൂബേഴ്സ് ചെയ്യണ പോലെ വെറുതെ നിങ്ങൾക്ക് ഫേക്ക് മോട്ടിവേഷൻ തരില്ല. അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് ടൈപ്പ് കുട്ടി എന്ന് പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട്. അവൻ എങ്ങനെയെന്ന് വെച്ചാൽ +1 +2 ഞാൻ വീക്കെൻഡിൽ കോച്ചിങ് സെൻറ്റർ പോയിരുന്നു. ആ +1 +2 ടൈമിൽ അവൻ എന്താ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പോൾ മോക്ക് ടെസ്റ്റിൽ പറഞ്ഞാൽ അവന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താവും ഒരു 500 to 550 റേഞ്ചിലൊക്കെ സ്കോർ വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് +2ൻ്റെ മിഡിലൊക്കെ ആയപ്പോൾ അവൻ എന്തായി 600 ഒക്കെ എത്താൻ തുടങ്ങി. അപ്പോൾ +1 +2 തന്നെ എന്തായി അവൻ നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ പഠിച്ച് വന്നിരുന്നു. എന്നിട്ട് എന്തായി ക്രാഷ് കോഴ്സിന് അവൻ ജോയിൻ ചെയ്തിട്ട് എന്തായി ക്രാഷ് കോഴ്സിനും അവൻ എന്തായി നല്ല രീതിയിൽ പഠിച്ചു. എന്നിട്ട് ക്രാഷ് കോഴ്സിനും അവന് +1 +2 പഠിച്ച പോലെ പഠിച്ചിട്ട് എന്തായി അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്തു. അവൻ്റെ സ്കോർ പറഞ്ഞാൽ 667 അങ്ങനെ തോന്നുന്നു, 660+ ആയിരുന്നു അവൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ജസ്റ്റ് വീക്കെൻഡ് കോച്ചിങ് പ്ലസ് ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ +1 +2 അവൻ്റെ കൂടെ ഇതേപോലെ വീക്കെൻഡ് കോച്ചിങ്ങിനൊക്കെ പോയിരുന്നു. അത്ര സീരിയസ് അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫുട്ബോൾ കളിക്കും, കുറച്ച് സ്കൂളിലെ പരിപാടികളിൽ അങ്ങനെ ഹോബീസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അവനെന്തായി ഇതേപോലെ ഇവൻ പോയ പോലെ തന്നെ ക്രാഷിലും ജോയിൻ ചെയ്തു. ക്രാഷിൽ ഈ +1 +2 ടൈമിലേറെ കുറച്ചും കൂടി സീരിയസ് ആയിരുന്നു. എന്നാലും ക്രാഷ് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവൻ ബൗണ്ടറി സ്കോർ വന്നു. ബൗണ്ടറി സ്കോർ എന്ന് പറഞ്ഞാൽ 586. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എയിംസ് ഡൽഹിയിലാണ് പഠിക്കുന്നത്. അതാരാണ്? അത് കോൻ ഹേ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന പുകഴ്ത്താൻ വേറൊരാൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അതാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്തായി ക്രാഷ് കോഴ്സിൻ്റെ ടൈമിലും ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മര്യാദയ്ക്ക് ഞാൻ തിയറി നല്ലോണം പഠിച്ചിരുന്നു. തിയറി നല്ലതൊക്കെ ആയിരുന്നു. പക്ഷെ നീറ്റിന് വേണ്ട ഇതൊരു MCQ എക്സാമാണ്, അതിന് വേണ്ട ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഞാൻ അത്ര നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കെന്തായി ബൗണ്ടറി സ്കോർ ആയിട്ടുള്ള 586 വന്ന് നിന്നു. അന്ന് ഒരു 591 ഒരു 5 മാർക്സും കൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വിട്ടിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് കുറേ സിലി മിസ്റ്റേക്ക് സംഭവിച്ചു. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടിരുന്നെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിരുന്നു, ഏതെങ്കിലും മെഡിക്കൽ കോളേജ്. പക്ഷേ അതിലേറെ നല്ലതാണ് ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എത്രയോ ഇന്ത്യയിൽ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. എന്നാലും എന്താണ് ഞാൻ പറയാം, ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ എന്ത് പറ്റി എൻ്റെ മോക്ക് ടെസ്റ്റ് ഞാൻ മര്യാദയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റോറി. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ ഇതേപോലെ തന്നെ എൻ്റെ കൂടെ +1 +2 പഠിച്ച ഒരു കുട്ടിയാണ്. അവനെന്തായി എൻട്രൻസിന് വേണ്ടി അത്ര സീരിയസ് അല്ലായിരുന്നു. അവൻ ട്യൂഷന് വരും, വീക്കെൻഡ് കോച്ചിങ്ങിനൊക്കെ വരും. എന്നാലും ബോർഡ് എക്സാം ലെവലായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ തിയറി ഒക്കെ നല്ല ഓക്കെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒന്നും +1 +2 ടൈമിൽ തന്നെ അത്ര എൻട്രൻസ് രീതി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോർഡ് എക്സാമിൽ എന്താണ് നല്ല ഫുൾ A+ ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തു. അത്യാവശ്യം +1 +2 ടൈമിൽ അത്ര സീരിയസ് അല്ല, എന്നാലും കുറച്ചൊക്കെ സീരിയസ് ആയി. അവനെന്തായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് പറ്റി വെച്ചാൽ 400+ അടിച്ചു. ബട്ട് അവനെന്തായി ഈ ക്രാഷ് കോഴ്സും +1 +2 ഒക്കെ നല്ല രീതിയിൽ പഠിച്ചതിൻ്റെ ബെനിഫിറ്റ് എന്തായി, അവൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒറ്റ ഇയർ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ അവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് GMC കാലിക്കറ്റിൽ ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ ഒരു ഇതാവും നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടാവും. +1 +2 എന്താ കോച്ചിങ്ങിന് വന്നിരുന്നു, പക്ഷെ സീരിയസ് അല്ല. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഫിലിമിന് കട്ട് ചെയ്ത് പോവുക,
ക്ലാസ്സിന് വരുന്നതിന് പകരം ഇപ്പോൾ ഇൻ്റർവെല്ലിന് ഇറങ്ങി ഫിലിമിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സിന് വരാന്ന് പറഞ്ഞിട്ട് വേറെ എവിടേക്കെങ്കിലും പോവുക, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഭയങ്കര ജോലിയായിട്ട് നടക്കുക. എന്നിട്ട് എന്തായി, ക്രാഷ് കോഴ്സ് എത്തിയപ്പോഴും എന്തായി, അവൻ സീരിയസ് ആയിരുന്നില്ല. അതുകൊണ്ട് എന്തായി, അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിലും കിട്ടിയില്ല, റിപ്പീറ്റ് ചെയ്തിട്ട് അവന് 500 to 550 റേഞ്ചിൽ, എന്നിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണ് കിട്ടിയത്. ഇതിന് ഞാൻ എന്താ പറയുക വെച്ചാൽ, പി ടി ഉഷനെ ഞാൻ എക്സാമ്പിൾ പറയാം. പി ടി ഉഷയ്ക്ക് എന്താ പറ്റി, മില്ലി സെക്കൻഡ്സ് വെച്ചാണ് പി ടി ഉഷ തോറ്റത്. കാരണം എന്താ, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരു 100 മീറ്റർ റേസിലൊക്കെ ഏറ്റവും വേണ്ടത് എന്താണ്, ആ സ്റ്റാർട്ടിങ് ആണ്. ആ സ്റ്റാർട്ടിങ് പുഷ് ഉണ്ട്. സ്റ്റാർട്ടിങ് റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ എത്ര ഇപ്പോൾ ഭയങ്കര സ്പീഡിൽ ഓടണമായാലും, കാരണം അവിടെ നിങ്ങളെ ഫീൽഡിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ ഒളിമ്പിക് ട്രാക്കിൽ നിൽക്കുന്നത് പറഞ്ഞാൽ ഫുൾ ലെജൻസ് ആണ്. ആ ഫീൽഡിലെ ലെജൻസ്, അത് ഇപ്പോൾ എൻട്രൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ലെജൻഡുകളാണ്. അപ്പോൾ അവരെ കൂടെ നിൽക്കുമ്പോൾ ആ സ്റ്റാർട്ടിങ് വെച്ചാൽ എന്താവും, നിങ്ങൾക്ക് എന്താവും, ഈ പി ടി ഉഷയ്ക്ക് സംഭവിച്ച പോലെ സ്റ്റാർട്ടിങ് വെച്ചാൽ നമ്മളെ ഇത് ട്രാക്ക് തെറ്റും, ആകെ നമ്മൾ പിന്നെ ഫെയിൽ ആവും. അപ്പോൾ ഞാൻ എന്തോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഇനീഷ്യൽ പുഷ് ഓർ ഇമ്പൾസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് ഇതാവും. അത് ഞാൻ ഇനി എന്താ അടുത്ത പോയിന്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് എന്താ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്താലുള്ള ഫസ്റ്റ് ഗുണം, ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾ റിപ്പീറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ കോഴ്സ് പോലെ, ഇത് ഞാൻ എന്ത് എക്സാമ്പിൾ പറയുക വെച്ചാൽ, നിങ്ങളിപ്പോൾ നീറ്റിൻ്റെ ടോപ്പേഴ്സ് എടുക്കാം. ഇവിടെ കാരണം നിങ്ങൾ കാണാം എലൻ, ആകാശ്, ശ്രീ ചൈതന്യ, ഇവരെ കാരണം എൻ്റെ ബാച്ച്മേറ്റ്സ് ആണ് ഇവരെ. അവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചിലവരൊക്കെ 9th തന്നെ പ്രിപ്പറേഷൻ തുടങ്ങും ഫൗണ്ടേഷൻ, ചിലവർ ക്ലാസ് 6th പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാർ വരെ എനിക്കറിയാം ഇവിടെ. അപ്പോൾ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ +1 +2 തുടങ്ങുന്നതിന് മുന്നേ അവരെന്താവും, ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ എടുക്കും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ക്രാഷ് കോഴ്സ്, ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ, ഇപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു റിപ്പീറ്റ്, ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുള്ളൂ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ, ഈ ക്രാഷ് കോഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ആക്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, രണ്ടാമത്തെ പോയിന്റ് എന്താ ഒരു മൈൻഡിലൊക്കെ വെച്ചാൽ, ഇപ്പോൾ 1 മന്ത് ക്രാഷ് കോഴ്സ് കൊണ്ട് അതായത് മെയിൻലി ഈ ടോപ്പിക്കിൻ്റെ ഉത്തരം 1 മന്ത് ക്രാഷ് കോഴ്സ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നല്ല ബേസ് ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ +1 +2 ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല തിയറിയൊക്കെ നല്ല അടിപൊളിയായി പഠിച്ച് നല്ല ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ, എങ്ങനെ എന്താവും, അങ്ങനെ നല്ല ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളെ ഫേക്കായിട്ട് നിങ്ങൾ വെറുപ്പ് ഇങ്ങനെ ഭയങ്കര സീറോയിൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് 600+ എത്തും ഞാൻ പറയാൻ പറ്റൂല. നിങ്ങൾക്ക് എന്താവും, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ അത് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ വലിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മേ ബി പലയിടത്തും എന്താവും 5000 രൂപ 4000 രൂപ, അവിടെ എന്താവും, നിങ്ങൾ ചിലപ്പോൾ പൈസ ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാതെ നിന്നാൽ, ഇനി ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ നീറ്റിൽ, അപ്പോൾ എന്താവും, ഇപ്പം അധിക കോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്രോക്സ് 1 lakh ആണ്. 1 lakh rupees ആണ് റിപ്പീറ്റ് ഉള്ളത്. അപ്പോൾ എന്താവും, ഇത് ഫുള്ള് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആയിട്ട് വരും. ഇപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്താ 586, അപ്പോൾ എനിക്ക് ഇനി കേരളത്തിലെ ഏത് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഫ്രീ ആയിട്ട് പഠിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട്. ഇനി ഏറ്റവും മെയിൻ പോയിന്റ്, നാലാമത്തെ ഏറ്റവും മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ, ഇത് കൺസിസ്റ്റൻസി ഓർ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് മാരത്തോൺ ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ +1 +2 അല്ലെങ്കിൽ 10 അങ്ങനെ പണ്ട് തന്നെ ഇങ്ങനെ ഉഴപ്പി നടന്നൊരു കുട്ടിയാണെങ്കിൽ, ഈ എൻട്രൻസ് എന്നുള്ള കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക്, ആ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിലേക്ക് നിങ്ങളെ എന്താക്കും, ഇത് അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കും. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ പഠിക്കുന്ന ടൈപ്പായിരിക്കും. പക്ഷേ ഈ എൻട്രൻസിന് എന്ത് വേണം, ലോങ് അവർ നല്ലോണം ഇരിക്കണം. ഇപ്പോൾ എന്താ പല ടോപ്പേഴ്സും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ 14 മണിക്കൂർ 16 മണിക്കൂർ. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെ ഇപ്പോൾ ഇത് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താ വെച്ചാൽ, അതിനെ നമ്മളെ ഇതിക്കാണ്ട് അഡാപ്റ്റ് ആവണം എൻവയോൺമെൻറ്റ്. അതിന് നിങ്ങളെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ, MCQ സോൾവിങ് ഭയങ്കര കൂട്ടേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ദിവസം തന്നെ ചിലപ്പോൾ 200 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 20-30 ക്വസ്റ്റ്യൻസ് വരെ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നിൽക്കേക്കാരം. ആ ലെവലിൽ നിങ്ങൾക്ക് എന്താവും, ഒരു ദിവസം 200 ക്വസ്റ്റ്യൻസ് ഒക്കെ. അതേ പറയുന്നത്, ഈ എൻവയോൺമെൻറ്റിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നേരെ ഇതാക്കിക്കൊള്ളാം, അങ്ങനെയല്ല. ഇപ്പോൾ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തത് എന്താ വെച്ചാൽ, അതൊന്നും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ പുഷ് ഉണ്ടല്ലോ, അപ്പോൾ അതും കിട്ടും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഒരു ഡെയിലി പറ്റുമെങ്കിൽ, അതെന്താവും ക്രാഷ് കോഴ്സ് ചെയ്യുമ്പോഴത്തേന് ഇപ്പോൾ നിങ്ങൾക്ക് 100 ആകാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ റിപ്പീറ്റ് ടൈം ആകുമ്പോൾ അതൊരു 200-300 വരെ എത്തിക്കുക. അപ്പോൾ ഇതാണ് എന്ത് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന മുമ്പ് നിങ്ങളെ മൈൻഡിൽ വെക്കേണ്ട 4 പോയിന്റ്സ്. ഇനി പറഞ്ഞാൽ എജ്യൂപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് വെറും 4999 ഇനി സ്റ്റഡി മെറ്റീരിയലും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ 5999. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്താൽ. സോ അത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പലരും ചോദിച്ചതാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് POV പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഈ വീഡിയോയിൽ പറയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ ഏതെങ്കിലും വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.